മറ്റാർക്കെങ്കിലും മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക് ഈ കേസിലെ പ്രതികൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും ഇതുപോലെ ജയിലിനുള്ളിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നു? 2014 അന്നത്തെ MLA കെ രാധാകൃഷ്ണൻ ഇപ്പൊ മന്ത്രിയായി MP ആയിരുന്ന ആള് ഇവിടെ സബ്മിഷൻ അവതരിപ്പിക്കുന്നു നിയമസഭയിൽ 2014 ഈ പ്രതികൾക്ക് വേണ്ടിയിട്ട്. ജയിലിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ, അബ്ദുൾ ഖാദർ, മൊയ്തീൻ ഉൾപ്പെടെയുള്ള AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള MLA മാർ ഒരു സംഘം ജയിലിലേക്ക് ഓടിപ്പോവുകയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇവരുടെ ബന്ധുക്കളാണോ ഈ പ്രതികൾ? ഇവരുടെ മേൽ ഒരു തരി മണ്ണ് വീണാൽ ഇവർക്ക് എങ്ങനെയാണ് നോവുന്നത്? എങ്ങനെയാണ് CPM നേതാക്കന്മാർ ഈ തരത്തിൽ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇതൊക്കെ ഈ പ്രതികളെ ഇവർ എത്രമാത്രം ഭയക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. ആ ഭയം കൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ. കാരണം നമ്മൾ മുഖ്യമന്ത്രിയുടെ മുഖം നോക്കി ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിനെയൊക്കെ സർക്കാർ ഭയക്കുന്നു, മുഖ്യമന്ത്രി ഭയക്കുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറയാതെ സ്പീക്കർ പറഞ്ഞത്. അത് തന്നെ ഞങ്ങളോടുള്ള അവഹേളനമാണ്, സഭയോടുള്ള അവഹേളനമാണ്, ജനാധിപത്യ കേരളത്തോടുള്ള അവഹേളനമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായി, ഇനി വിട്ടയക്കാനാണ് നീക്കമെങ്കിൽ അതിനെതിരെ അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവർണറെ കാണാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട്. TP കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ഗവൺമെന്റ് സമീപനം അത് വളരെ കൃത്യമായ നിലയിൽ മുമ്പോട്ട് പോവുകയാണ്. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചത്. ഈ വിഷയം അസംബ്ലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ കെ രമ അടക്കമുള്ളവർ മാധ്യമങ്ങളെ കാണുകയാണ്. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി ഭയക്കുന്നു, സർക്കാർ ഭയക്കുന്നു എന്നാണ് രമയുടെ രൂക്ഷ വിമർശനം.